സാധാരണ ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. തുടങ്ങിയ പിന്നെ ജയിച്ചേ അടങ്ങും. ഇന്നലെ മിസൈൽ ആക്രമണം കൂടി നടത്തുന്നു. പാകിസ്ഥാന്റെ പോർ വിമാനങ്ങൾ പാകിസ്ഥാന്റെ എയർ ക്യാമ്പുകളിൽ നിന്ന്, വ്യോമസേനാ താവളങ്ങളിൽ നിന്ന് പറന്നുയരുന്നു. ഇന്ത്യൻ പ്രതിരോധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി. ഒരിക്കൽ മിസ്സായതാ, ഇനി മിസ്സാവാൻ ചാൻസ് തരില്ലടാ. അവന്റെ ചാവ് എന്റെ കൈകൊണ്ടാ. എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല. രാത്രിയിലുടനീളം പാകിസ്ഥാൻ ആകാശത്തൂടി മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ F-16, JF-17 എന്നീ 2 എയർക്രാഫ്റ്റുകൾ പറന്നുയരുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇനി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. കുത്തി മലത്തിക്കളയും നമ്മള്. ഈ എന്താക്കുന്ന പറഞ്ഞത്? കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്തു സംഭവിച്ചു? അതിനുശേഷം പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു. അതിലൊരെണ്ണം F-16, മറ്റു 2 JF-17. തുടക്കത്തിലെ ശത്രുവിന്റെ കയ്യിലല്ലേ പെട്ടത്. S-400 എന്ന ഈ സുദർശൻ ചക്രയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തിയെ സംരക്ഷിച്ചു പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 15 മിലിറ്ററി കേന്ദ്രങ്ങളെയും ഇന്ത്യ സംരക്ഷിച്ചു. ഒരു പോറല് പോലും ഏറ്റില്ല ഒരു മിലിറ്ററി കേന്ദ്രത്തിനും. ഇപ്പൊ എനിക്ക് സന്തോഷായി. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്ക്? ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? സർക്കാരിനെ ഒരിക്കൽ കൂടി എനിക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പടക്കോപ്പുകളിൽ ഏറ്റവും മാരകമായ പടക്കോപ്പുകളാണ് ഇന്ന് പാകിസ്ഥാനു നേരെ പ്രയോഗിച്ചത്. ഇതൊക്കെ ഓരോ സൂത്രപ്പണിയല്ലേ. എന്നാലും ഒറ്റാട്ടിലുകാർ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. എനിക്കും പടകളുണ്ട്. അവരെ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് എന്ന പേരിട്ട് വിളിക്കും. അടിച്ചു തകർക്കും. ഇന്നലെ രാത്രി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെ പല നഗരങ്ങളിലും ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായി. റോമാക്കുട്ടിയെ എത്രണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കേട്ടിട്ടുണ്ട്. ഇതോടെ നിർത്തിക്കളല്ലേ. ரொம்ப தூரம் போயிட்ட. ஃபுல்லா முடிச்சிட்டு தான் திரும்பி வர முடியும். എനിക്ക് ഒരു അപേക്ഷയുള്ളൂ. എന്നെ ഇടിച്ചോ, പക്ഷെ എന്നെ ഒറ്റ ഇടിക്ക് കൊല്ലണം. എന്ത് വന്നാലും നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതാണോടാ നോക്കി നിന്നോളാമെന്നാണോ നീ പറഞ്ഞത്? അതിന് അയാൾ എന്നോട് എന്തെങ്കിലും പറയണ്ടേ? നമുക്ക് ചുമ്മാ കാര്യം ഇടപെടാൻ പറ്റൂ? നിന്നോടും കൂടി തന്നെയാ പറഞ്ഞത് ഒടുക്കത്തെ താക്കീതാണെന്ന്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷബാസ് ഷെരീഫിനെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എടാ, നമ്മളൊരു നാട്ടിൽ ചെന്ന് അവിടെയുള്ളവരെ തല്ലിക്കഴിഞ്ഞാൽ അതൊക്കൊന്ന് ആറ് തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാവ് മാറി കണ്ടില്ലേ? ഇന്ത്യൻ ക്രൂരത വിശദീകരിക്കുന്ന ഒരു പാകിസ്ഥാൻ സ്ത്രീയുടെ പോസ്റ്റ് അവർ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരുന്നു. ആക്രമണങ്ങൾ തീവ്രവാദ ക്യാമ്പുകളെ മാത്രമേ ലക്ഷ്യമിട്ടിട്ടുള്ളൂ എന്നതിന് സർക്കാരിന്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇത് സംഭവിച്ചു എന്നായിരുന്നു വിമർശനം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? അല്ല, പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. എന്നാലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ 2 തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന്, യുദ്ധം നമുക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന മട്ടിലുള്ള വലിയ സാമൂഹിക പ്രചരണം നടക്കുന്നുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. നമ്മളെല്ലാം ആരും യുദ്ധത്തിന് അനുകൂലിക്കുന്ന മനുഷ്യരല്ലല്ലോ. ഇവരുടെയൊക്കെ ജീവൻ സുരക്ഷിതമാണ് എന്ന് ഈ സർക്കാർ ഉറപ്പ് നൽകണമെങ്കിൽ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദത്തെ അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് കയ്യടി കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായിട്ട് നിറയലല്ല, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് ആവശ്യം എന്നതാണ് എന്റെ ടേക്ക്. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, അങ്ങനെ പോവല്ലേ.